ഒട്ടും പ്ലാനഡ് അല്ലാണ്ട് ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ചേട്ടൻ പോരുന്നുണ്ടോ എന്നാൽ കയറിക്കോ എന്ന് പറഞ്ഞ വഴിക്ക് ചാടി കയറി പുറപ്പെട്ടതാണ് കേട്ടോ ഈ കാണുന്നത്. ചേട്ടന് ഒരു പ്രീ വെഡിങ് ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുക്കാനായിട്ട് ചാവക്കാട് ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ വരുന്നുണ്ട് ചോദിച്ചു, പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, ചാടി കയറി ഇറങ്ങിപ്പോയി. അപ്പോൾ അവരവിടെ ഫോട്ടോഷൂട്ടൊക്കെ തകർത്തി നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ കടൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവരവിടെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറേ പേര് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ പതുക്കെ പതുക്കെ കൈ പിടിച്ച് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കടലൊക്കെ കുറച്ച് ശാന്തമാണെന്ന് പറയാം, എന്നാലും. അപ്പോൾ ആദ്യമൊക്കെ കണ്ടപ്പോൾ അവന് കുറച്ച് പേടിയായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോലും ഇങ്ങോട്ട് വരലൊക്കെ ആയിരുന്നു. കടലല്ലേ, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, അതവനറിയില്ലല്ലോ. അപ്പം ഞങ്ങളിതേ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. നല്ല സണ്ണിങ്ങനെ താഴമുമ്പതിൽ നല്ല നല്ല വെയിൽ പ്രകാശം മുഖത്തടിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പ്രത്യേക ഗ്ലോയിങ് ആയിരുന്നു. ഞങ്ങളിതേ തിര വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവന് കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് തിര വന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ പതുക്കെ പതുക്കെ ഇറങ്ങിയും കയറി നിൽക്കുന്നത് അങ്ങനെ കളിക്കാനിട്ടാണ് വെള്ളത്തിലേക്ക്. അവൻ ഞങ്ങൾ നോക്കുമ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ അവർ ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ സൈഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതേ ഷൂട്ടൊക്കെ അവിടെ ഗംഭീരമായി നടക്കുന്നുണ്ട്. അപ്പം ഏകദേശം അവിടെ കഴിയാറായിട്ടുണ്ട്, കാരണം വെളിച്ചം ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അവിടെ ഒരാൾ നല്ല ഓടിക്കളിക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം കടലൊക്കെ നോക്കി ഇങ്ങനത്തെ എന്തൊരു സംഭവമൊക്കെ കിട്ടി, എന്താണെന്ന് കാര്യമായിട്ട് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങണു ഇങ്ങോട്ട് കയറണം, അങ്ങനെ ഓടിക്കളിക്കലാണ്. അവൻ ഫുള്ള് നനഞ്ഞു കിട്ടാം. പിന്നെ അവന് വേറെ ഡ്രസ്സ് കയ്യിലുള്ള കാരണം പേടിക്കണ്ട. അതായത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇവനെ പൊക്കിയെടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ നേരെ ഫുഡ് അടിക്കാൻ പറ്റും. നല്ല വിശപ്പുണ്ടായിരുന്നു. TNTയിലാണ് പോയത് കേട്ടോ. അവിടെ പോയിട്ട് ഷവായും കുറച്ച് റൈസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കാണ്ട് അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഒരു ചായയും പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഷവായ കൂട്ടി കഴിച്ച് അവൻ ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.